ലോകത്ത് പല എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാടുണ്ട്. നമ്മൾ അത് കണ്ട് വിസ്മയിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ. എന്നാൽ അതുപോലെ ചില എഞ്ചിനീയറിംഗ് അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, അനവധി. പലപ്പോഴും എഞ്ചിനീയറിംഗ് മേഖലയിലെ അബദ്ധങ്ങൾ വൻ ദുരന്തങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അബദ്ധമാണ്, ഇന്ത്യയിൽ നടന്ന ഒരു അബദ്ധമാണ് സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലായിരിക്കുന്നത്. അത് മറ്റെവിടെയുമല്ല, മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലാണ്. ഭോപ്പാലിലെ ഐഷ്ബാഗ് റെയിൽവേ പാലമാണ് കഥാനായകൻ. ഈ പാലം നിർമ്മിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്തിനാണ് അത് നിർമ്മിച്ചത് എന്ന് പോലും നിർമ്മിച്ചവർക്ക് അറിയില്ല. 90 ഡിഗ്രിയാണ് ഈ പാലത്തിന്റെ വളവ്. ഒരു വാഹനത്തിന്, ഒരു സൈക്കിളിന് പോലും നേരെ പോകാൻ പറ്റാത്ത രീതിയിൽ 90 ഡിഗ്രി വളച്ചുകൊണ്ട് ഒരു റെയിൽവേ പാലം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കോമഡി. ഏറെ വിവാദവും ട്രോളും ഏറ്റുവാങ്ങിയ ഒരു പാലമാണ് ഇത്. 18 കോടി രൂപ ചെലവിലാണ് 648 മീറ്റർ നീളവും 8.5 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചത്. ഈ പാലത്തിന്റെ 90 ഡിഗ്രി വളവ് വളരെയധികം വിമർശനം നേരിടേണ്ടി വന്നു. കാരണം വാഹനം നേരെ ഒരാൾ ഓടിച്ചുകൊണ്ട് വന്നാൽ 90 ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് വളച്ചൊടിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല, അല്ലെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ. അതോടുകൂടി ഈ വളവില്ലാതാകും, കൂടുതൽ ഭൂമി നൽകാമെന്ന് റെയിൽവേയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഭൂമി കിട്ടുമ്പോൾ അതിന് വളവ് നിവർത്തി വേറൊരു ഡിസൈനിൽ പണിയാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ് വക്താവായ അഭിനവ് ബറോലിയ ഈ പാലത്തിന്റെ രൂപകൽപ്പനയെ വീഡിയോ ഗെയിമിനോടാണ് ഉപമിച്ചത്. സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും പൊതുമരാമത്ത് മന്ത്രി രാകേഷ് സിംഗ് ഈ ആരോപണങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. പാലത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു 90 ഡിഗ്രി എല്ലാ ആകൃതിയിലുള്ള വളവ് വളരെ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരും സോഷ്യൽ മീഡിയയും പറയുന്നത്. പാലത്തിന്റെ രൂപകൽപ്പന എഞ്ചിനീയർമാരുടെ പിഴവാണെന്നും അഭിപ്രായപ്പെടുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പാലം പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി, ഇത്തരം രൂപകൽപ്പനയിൽ തന്നെ പിഴച്ചുപോയ നിർമ്മിതി നാട്ടുകാർക്കിടയിൽ വളരെ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.